പിന്നൊരു പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ഈ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ മുഴുവൻ മർമ്മം അവിടെയാണ് ഇരിക്കുന്നത്. അതെന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സർ, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ജില്ലയാണ് എന്നത് ആരുണ്ടാക്കിയ നരേറ്റീവാണ്? ഇന്ത്യയിൽ RSSും സംഘപരിവാരവും ചേർന്നുണ്ടാക്കിയ നരേറ്റീവല്ലേ? നിങ്ങൾ ആ നരേറ്റീവിൻ്റെ വക്താക്കളായിട്ട് മാറുകയും അതിൻ്റെ പ്രചാരകരായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളൊരു ജില്ലയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അവിടെ താമസിക്കുന്ന മതവിഭാഗങ്ങളുടെ സാമുദായിക വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കാണുന്നത്, മനുഷ്യരായിട്ടാണ് കാണുന്നത്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അതാണ് അന്ന് അവരെ എതിർക്കാൻ പറഞ്ഞ കാരണം. മുസ്ലിങ്ങൾക്ക് ജില്ല ഉണ്ടാക്കിയെന്നാണ്, മുസ്ലിങ്ങൾക്ക് ജില്ല ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രചരിപ്പിച്ചത്. സർ, സർ, അങ്ങ് പരിശോധിച്ചാൽ മതി. അങ്ങ് പരിശോധിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു വിരോധമില്ല. സർ, ഇവിടെ KT ജലീൽ പറഞ്ഞല്ലോ, KT ജലീൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, RSSനെ കുറിച്ചാണല്ലോ നിങ്ങളിപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. വിചാരധാരയിൽ അധ്യായം 19 ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രു മുസ്ലിങ്ങൾ. അധ്യായം 20 രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികൾ. അധ്യായം 21 മൂന്നാമത്തെ ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. RSSന് എക്കാലത്തും അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ഞങ്ങൾ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് വരെ ഗോൾവാൾക്കറുടെ ഛായാപടത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് കൈകൂപ്പി വണങ്ങണം എന്ന് തോന്നാത്തത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ചിത്രം കാണാൻ കഴിയില്ല. കാരണം എന്താ അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 218 പേരുടെ ജീവനാണ് കൊടുത്തത് RSSനെ ചെറുക്കാൻ. ഈ കേരളത്തിൽ 218 പേരുടെ ജീവനാണ്. ഞങ്ങളുടെ DNA-യിലുള്ളത് RSSനും സംഘപരിവാരത്തിനും എതിരായിട്ടുള്ളതാണ് ഞങ്ങളുടെ DNA. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, അല്ല തടസ്സപ്പെടുത്തണ്ട. നിങ്ങൾ ആവശ്യപ്പെട്ട ചർച്ചയ്ക്കാണ് ഞാൻ മറുപടി പറയുന്നത്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഫോട്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉന്നയിച്ച ആക്ഷേപം എന്താ? അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ വിമർശനമാണ്, ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണ്. ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നിലവിളക്ക് കൊടുത്തി കൈകൂപ്പി നിൽക്കുന്ന പടം ഇവിടെ ഉയർത്തി കാണിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ഇന്നയാൾക്ക് ബാഡ്ജ് കുത്തി കൊടുക്കുന്ന പടമുണ്ട്, പിന്നെ വേറെ ആളെ കണ്ട പടമുണ്ട് എന്നൊക്കെയാണ്. ഇവിടെ വേറെയും പടങ്ങളുണ്ട്. ഒന്ന്, അദാനിയുമായി ആന്റണിയും കരുണാകരനും ചർച്ച നടത്തി. പടമുണ്ട് കേട്ടോ, പടം, വാർത്ത മാത്രമല്ല. അദ്വാനി ക്ഷമിക്കണം, അദ്വാനി. ഇതെല്ലാം ചെറിയ വകഭേദം മാത്രമല്ലേ ഉള്ളൂ. അദ്വാനിയും ആന്റണിയുമായി ചർച്ച നടത്തി. ഇനി വേറൊരു പടം കാണിക്കാം. വേറൊരു പടം LK അദ്വാനി, K കരുണാകരൻ, KG മാരാർ, O രാജഗോപാൽ. ഇതാ വേറൊരു പടം. പടങ്ങളെല്ലാം ധാരാളമുണ്ട്. ഇനി പടത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷ നേതാവ് എൻ്റെ പടത്തിന് പകരം വേറെ പടങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത്. വേറെ കുറേ പടങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. സർ, 2013 മാർച്ചിൽ സംഘപരിവാറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിൻ്റെ വാർത്ത ജന്മഭൂമി കൊടുത്തതാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. തലക്കെട്ടിതാണ്: നാട് കപട മതേതരത്വത്തിൻ്റെ പിടിയിൽ VD സതീശൻ. ജന്മഭൂമി. ഇതാ ഞാൻ പറയാം, ഞാൻ മുഴുവൻ വായിക്കാതെ. കപട മതേതരത്വത്തിൻ്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് VD സതീശൻ MLA. ഞാൻ പറയാമെന്ന്, ഇതൊന്ന് വായിക്കട്ടെ. ഞാൻ പത്രവാർത്തയല്ലേ വായിക്കുന്നത്. സമയം സർ, അല്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചതല്ലേ സർക്കാരിനെതിരെ. കപട മതേതരത്വത്തിന്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് VD സതീശൻ MLA അഭിപ്രായപ്പെട്ടു. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ ബാലൻസിങ്ങിനായി മറ്റു മതങ്ങളിലെ കേന്ദ്ര കഥാപാത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുകയോ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാസംഗികർ പലപ്പോഴും ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉദ്ധരണികളിലേക്ക് പോകേണ്ട ഗതികേടിലാണ്.
സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞില്ല. അതിലാരൊക്കെയാണ് സംസാരിച്ചത്? അതിന് പിന്നെ പറയുന്നു, പിന്നൊന്ന് പറയുന്നു, പുതിയ രാഷ്ട്രീയത്തിൽ കൃത്യത കുറവാണെന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും ദുരൂഹത ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ് ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിചാര കേന്ദ്രം തൃശ്ശൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു.